ഒന്നാമത്തെ റുക്ന് അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. മൂന്നാമത്തത് ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക എന്നുള്ളത് എല്ലാ റക്അത്തിലുള്ള റുക്നാണ്. നിസ്കാരത്തിൻ്റെ റുക്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് മറന്നിട്ട് ഒഴിവാക്കാൻ പറ്റൂല, അറിഞ്ഞുകൊണ്ടും ഒഴിവാക്കാൻ പറ്റൂല, അറിയാതെയും ഒഴിവാക്കാൻ പറ്റൂല. എങ്ങനെ ഒഴിവായാലും നിസ്കാരം എന്താകും? ബാത്തിലാകും. നിസ്കാരം സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ എല്ലാ റുക്നുകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. ഒരു റുക്ന് പറഞ്ഞാൽ സഹബിൻ്റെ സുജൂദ് ചെയ്താൽ മതിയോ? പോരാ. ആ റുക്ന് എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഒരാൾ റുക്കൂ നിസ്കാരത്തിൻ്റെ റുക്നാണ്. ഇപ്പോൾ ഒരാൾ റുക്കൂ ചെയ്യാൻ മറന്നു, അയാൾ സുജൂദിലെത്തിയപ്പോഴാണ് റുക്കൂ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. ഇനി ലാസ്റ്റ് സഹബിൻ്റെ 2 സുജൂദ് ചെയ്താൽ മതി എന്ന് കരുതാൻ പറ്റുമോ? പറ്റൂല. അയാൾ എന്ത് ചെയ്യണം? നേരെ റുക്കൂവിലേക്ക് മടങ്ങണം. റുക്കൂവിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങി ആ റുക്കൂ ചെയ്തിട്ട് ബാക്കി നിർവഹിച്ചു പോരണം. എന്നിട്ട് അവസാനം 2 സുജൂദുകൾ ചെയ്യുകയും വേണം. ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു റുക്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഓർമ്മ വന്നത്. നിസ്കാരം കഴിഞ്ഞു, കുറേ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. അപ്പം എന്ത് ചെയ്യണം? ആ റക്കാത്ത് മടക്കി നിർവഹിച്ചാൽ മതിയോ? അല്ല, നിസ്കാരം തന്നെ എന്ത് ചെയ്യണം? മടക്കി നിർവഹിക്കണം. അപ്പം എന്താണ് റുക്ന്, എന്താണ് ഷർത്ത്, എന്താണ് വാജിബ് എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാലേ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ.